അസ്സലാം. മോഹൻലാൽ നായകനായി എത്തിയ തുടരും ഹൗസ്ഫുൾ പെരുമഴയോടെ കുതിച്ചുയരുകയാണ്. ഈയൊരു വെള്ളിയാഴ്ചയും സിനിമയ്ക്ക് അതിഗംഭീരമായിട്ടുള്ള തിരക്ക് തന്നെ. പ്രീസെയിലിലൂടെ മാത്രം 3 കോടിക്ക് മുകളിലാണ് സിനിമ നേടിയത്. എറണാകുളം കവിതയിലെ തിരക്കാണ് നമുക്ക് കാണാൻ കഴിഞ്ഞ ദിവസത്തെ തിരക്കാണ്. എന്താണേലും എങ്ങും ഹൗസ്ഫുൾ, എല്ലാ ദിവസവും ഹൗസ്ഫുൾ ആ രീതിയിലേക്ക് പോവുകയാണ്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇങ്ങനെയുള്ള വീഡിയോയ്ക്ക് നിങ്ങൾ കൂടുതൽ സപ്പോർട്ട് വേണം. എന്നാലേ നമുക്ക് ഇനിയും അങ്ങനെ കൂടുതൽ ചെയ്യാൻ തോന്നുകയുള്ളൂ. അടുത്ത ദിവസങ്ങളിൽ നമ്മൾ തിരുവനന്തപുരത്തെ വിടണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ തിരുവനന്തപുരം വരെ പോകാനും അതേപോലെയുള്ള വീഡിയോ എടുക്കാനുമുള്ള പ്രേരണ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നണമെങ്കിൽ തന്നെ നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ 25,000-ന് മുകളിലൊക്കെ ആളുകൾ ഈ ഒരു വീഡിയോ കണ്ടാലേ തോന്നുകയുള്ളൂ. എന്തായാലും 50 കോടിയും കടന്നിട്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ കുതിച്ചു പായുകയാണ്. 10 കോടിക്ക് മുകളിലാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നുള്ള സിനിമയുടെ കളക്ഷൻ. 7 മില്യൺ ഓവർസീസിൽ നിന്ന് കിട്ടിയിരിക്കുന്നു. 100 കോടിക്ക് മുകളിലേക്ക് സിനിമ എത്തിയിരിക്കുന്നു. 120 കോടിയോളമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതെ, ഒരു രക്ഷയുമില്ലാത്ത ലെവലിലാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അതായത് 10-ാം ദിവസം, ഇന്ന് 8-ാം ദിവസമായിട്ടുള്ളൂ, 10-ാം ദിവസത്തെ പ്രീസെയിൽ കളക്ഷൻ പോലും 2.5 കോടിക്ക് മുകളിലുണ്ട്. അതായത് ഇനി 2 ദിവസങ്ങൾ ബാക്കി നിൽക്കുമ്പോൾ, അതായത് ഞായറാഴ്ചത്തെ കാര്യമാണ് പറഞ്ഞത്, അത്രത്തോളം കൊടൂരമായിട്ടുള്ള ബുക്കിംഗ് ആണ് നമുക്ക് സിനിമയ്ക്ക് കാണാനുള്ളത്. എന്തായാലും മോഹൻലാലിൽ നിന്ന് ഒരു കംപ്ലീറ്റ് ക്ലീൻ എൻ്റർടൈനർ, ആളുകൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു സിനിമ വരുമ്പോൾ, ഹെവി പോസിറ്റീവ് അടിക്കുമ്പോൾ എന്താണ് സംഭവം, എങ്ങനെയാണ് ബോക്സ് ഓഫീസ് എന്നുള്ളത് നമുക്ക് കാണിച്ചു തരികയാണ്. ഇത് എറണാകുളം കവിതയാണ്. എറണാകുളം കവിതയിൽ ഇമാതിരി കൊടൂരമായിട്ടുള്ള ബുക്കിംഗ് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 8 ദിവസം കൊണ്ട് സിനിമ 50 കോടി കേരളത്തിൽ നേടിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇന്നത്തെ കളക്ഷനോടെ സിനിമ 125 അല്ല 130 കോടിയിലേക്ക് എത്തും എന്നുള്ള കാര്യമാണ്. അതായത് വരുന്ന 2 ദിവസം കൊണ്ട് സിനിമ 150 കോടിക്ക് മുകളിലേക്ക്, ഒരുപക്ഷേ ശനിയാഴ്ച കൊണ്ട് തന്നെ 150 കോടിയിലേക്ക് എത്തിയാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. അത്ര രസകരമായിട്ടാണ് ഈ ഒരു സിനിമയുടെ പോക്ക്. ഇങ്ങനെയുള്ള സിനിമകളാണ് നമുക്ക് വേണ്ടത്. ഇതേപോലെയുള്ള സിനിമകൾ ചെയ്താൽ മതി എന്നുള്ളതാണ്. വർഷത്തിൽ 1-2 സിനിമകൾ മതി, അതിൽ കൂടുതൽ പോലും വേണമെന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള മികച്ച സിനിമകളാണ് വേണ്ടത്. മോഹൻലാൽ എന്ന നടനെ എക്സ്പ്ലോർ ചെയ്യുന്ന ലെവലിൽ, ഇതങ്ങ് എക്സ്പ്ലോർ ചെയ്തു എന്നൊന്നുമല്ല പറയുന്നത്. ഇത് കുറേ നാളിന് ശേഷം അദ്ദേഹത്തെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കാൻ കഴിഞ്ഞ ഒരു സിനിമയെന്ന് തന്നെ പറയാം. അതിനു മുമ്പുള്ള പല സിനിമകൾക്കും മോഹൻലാൽ എന്ന പ്രതിഭയെ ഒന്ന് തൊട്ടു പോകാനുള്ള സ്ക്രിപ്റ്റ് പോലും ഉണ്ടായിരുന്നില്ല. ഇനിയും വേണ്ടത് ഇതിലും നല്ല ചലഞ്ചിങ് ആയിട്ടുള്ള, അമ്മാതിരി കൊടൂരമായിട്ടുള്ള അഭിനയ പ്രാധാന്യമുള്ള മോഹൻലാൽ സിനിമകളാണ്. കാരണം ആ അഭിനയം കണ്ടാണ് നമ്മളൊക്കെ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്.